ഹായ് ഫ്രണ്ട്സ് ടൊരടുപ്പാ അങ്ങനെ സ്വീറ്റി പറയായിരുന്നു ചേട്ടാ വണ്ടി കുറച്ച് കൂടുതൽ ഓട്ടരുത് ചേട്ടാ. എന്തിനു നീ പറഞ്ഞു സ്വീറ്റി? ആ എന്താ ഇത് വണ്ടിയോ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കളിയാക്കായിരുന്നു. ഹീറോയുടെ ചേട്ടൻ മുറക്കായിരുന്നു. സ്വീറ്റി പറയുന്ന കേട്ട് അനു പറയായിരുന്നു, എടി ഇത്ര ഡ്രൈവിംഗ് വേണം, കൂടുതൽ ഡ്രൈവിംഗ് ഇടാൻ നമ്മൾ ഇവിടെ വണ്ടി കൊടുത്ത് ആക്സിഡൻ്റ് ആവാൻ വേണ്ടി ചെയ്യുന്നതാ. ഇല്ലടിയേ ആ സൈക്കിൾ നോക്ക് എത്ര ചെറിയ ഇങ്ങനെ പോകാം എടി. സ്വീറ്റി മണ്ടക കണ്ണ് വെച്ച് നോക്കടി, അത് മെല്ലെ പോകുന്നത് സൈക്കിൾ, ഫാസ്റ്റ് ഒന്നും പോകുന്നില്ല എന്ന് പറയുന്നു. സോറി എന്ന് പറയുന്നു. സ്വീറ്റി ഞങ്ങൾക്ക് ഉറക്കുമായിരുന്നു, ഞാൻ കൂടെ ഉറങ്ങുന്നു, പിന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു സ്വീറ്റി ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ടെൻഷനായി. പ്രിയ പറയണ ഉറങ്ങട്ടോ ഉറങ്ങട്ടോ ഉറക്കും പറ്റി കാറ്റി. ആ ആവറമ്മനെ മതി പഠിക്കുന്ന പ്രാന്ത്, സുഖാന മാടി ഉറങ്ങുന്ന പ്രാന്ത്, ആ തിന്നുന്ന പിരാന്ത് ചങ്കുക്കുമാരി, കുറച്ച് ചങ്കുക്കുമാരി തിന്ന എന്ത് പറഞ്ഞ കാര്യമുണ്ടോ എന്ന് പറയായിരുന്നു. തിന്നുന്നതെല്ലാം ഒരു പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയായിട്ട് അവിടേക്ക് എത്തിയായിരുന്നു. അതെ, എവിടേക്ക്? നൈറ്റ്. അതെ, പിരിച്ചു മണി ചേട്ടാ എത്ര മണിയായി? 10:40 എന്ന് പറയായിരുന്നു. എനിക്ക് കുറച്ച് പോകണു എന്ന് പറയായിരുന്നു. അങ്ങനെയൊക്കെ എത്തിയായിരുന്നു. അപ്പം സമാധാനേ. ടിക്കറ്റ് അതിലൊരു തടിച്ചിട്ട് ഒരാളുണ്ടായിരുന്നു. എങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നു, ടിക്കറ്റ് ഓൾറെഡി ഉണ്ട്, കാട്ടിയായിരുന്നു. ശരി അകത്ത് പോപ്പാ, എന്തുകൂടെ ചേട്ടൻ ഇവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് 2-3 പേര് അകത്ത് പോയി. സ്വീറ്റി ഉറങ്ങിയായിരുന്നു. സ്വീറ്റി ഞാൻ കുറച്ച് മേക്കപ്പ് കറങ്ങി പോയി. ഇല്ലടി വാ എന്ന് പറഞ്ഞ് ജിന്നി വേറെ മൈക്കപ്പ് എത്തിക്കറ്റി എന്ന് പറഞ്ഞ് ഹീറോയി പറയായിരുന്നു. ഇത് സ്വീറ്റി കേട്ടായിരുന്നു. എന്താ? ഒന്നില്ല പോവാ എന്ന് പറഞ്ഞ് 3 പേര് അകത്ത് പോയായിരുന്നു. അവന് കുറേ ഫാൻസ് ഗേൾസ് ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. വാവ് മച്ചി സൂപ്പറായിട്ടുണ്ടല്ലേ, അതെ എന്ന് പറഞ്ഞ് എല്ലാവരും അകത്ത് പോയായിരുന്നു. അപ്പം അർജുൻ പറയായിരുന്നു, എന്താ പറ്റിടാ എന്നാ പറയാ, എൻ്റെ അനിയത്തി ഉണ്ടല്ലടാ, ഒന്നും കാര്യം പറഞ്ഞിട്ട് ഒന്നും അനുസരിക്കില്ലടാ എന്ന് പറഞ്ഞു. ഫുഡ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതടാ. ഫുഡ് ഞാനൊരു ബോക്സിൽ സ്വീറ്റ് ബോക്സ് കൊടുത്തിട്ട് വെച്ചിട്ടാ, എനിക്ക് ഒന്നും കിട്ടിയിട്ടടാ. എന്തിനത് സ്വീറ്റി പൈന്തേരും, അതുകൊണ്ട് ഇവൾക്ക് സ്വീറ്റി എന്നെ നിയമിട്ട് വെച്ചിന്. അർജുൻ കേൾക്കായിരുന്നു. എടി അർജുൻ പറയായിരുന്നു, ഈ സ്വീറ്റ് നെയിം ആരിട്ടത്? വേറെ ആരാ? അമ്മ ഇട്ട് വെച്ചതാ സ്വീറ്റി. എന്ത് എല്ലാവരും സ്വീറ്റി വിളിക്കാം, എനിക്ക് സ്വീറ്റ് ഒന്നുമില്ലടാ എന്ന് പറഞ്ഞാൽ ആദ്യക്കറിയായിരുന്നു. ഇത് കേട്ട് അർജുൻ തിരിക്കായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നത്. അകത്തെല്ലാം വന്നായിരുന്നു. എല്ലാം സോങ്സ് ഡാൻസ് എല്ലാം ഉണ്ട്. അങ്ങനെയായിട്ട് കുറേ ആളെ ഇങ്ങനെ ഓട്ടോഗ്രാഫ് അത് ഇത് മേങ്ങിയിട്ട് പോയായിരുന്നു. നാളെ ഉണ്ട്. നാളെ ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ, മിസ് യു എന്ന് പറഞ്ഞ് ഹീറോ റേഷൻ കടി അവിടെ നിന്ന് പോയായിരുന്നു. അങ്ങനെയായിട്ട് ഇപ്പം നൈറ്റായിരുന്നു. വീണ്ടും നൈറ്റായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഇപ്പം എന്തിപ്പാ സൈൻ ചെയ്യാൻ പോയായിരുന്നു. സ്വീറ്റി പറയായിരുന്നു, മച്ചി ഇപ്പം പോ എടി നീ പോടി, എനിക്ക് ഷൈയാവാ എന്ന് അനുഷ്ക പറയായിരുന്നു. അനുഷ്ക തല്ലിയായിരുന്നു. അനുഷ്കൻ്റെ പുറകിൽ സ്വീറ്റി ഉണ്ടായിരുന്നു. നൈറ്റ് സൈൻ ചെയ്യാൻ പോയായിരുന്നു. അനുഷ്ക സ്വീറ്റി പറയായിരുന്നു, മച്ചി എനിക്ക് കുറച്ച് സ്വീറ്റ് തിന്നോളൂ എന്ന് പറയാം. പ്രിയ പറയായിരുന്നു, ശരിടി നീ ഞാൻ പോവാ പറയായിരുന്നു. സ്വീറ്റി പറഞ്ഞു, നീ പോ ഫസ്റ്റ്, പിന്നെ ഞാൻ പോവാ എന്ന് സ്വീറ്റിക്ക് ഷെയ്യായിരുന്നു. ശരി നഞ്ചൂരി നോക്കി ഷെയ്യായിരുന്നു. നഞ്ചൂരി തിരിഞ്ഞ് നോക്കുമ്പോൾ ഷെയ്യായിരുന്നു സ്വീറ്റിക്ക്. അങ്ങനെ പുറകിൽ എണിക്കായിരുന്നു. അങ്ങനെയായിട്ട് അനുവാന്നായിരുന്നു. ഫസ്റ്റ് ആറമ്മുണ്ടായി. ഹായ് എന്നെ ആറമ്മക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് പോയി. അങ്ങനെയായിട്ട് ആറും കഴിഞ്ഞിട്ട് ജിന്നായിരുന്നു. ജിൻ കഴിഞ്ഞിട്ട് ഹോബി. അങ്ങനെയായിട്ട് ഓരോന്ന് കഴിഞ്ഞിട്ട് ആറും ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെയായിട്ട് അങ്ങനെ ഓരോന്നാൾ ചേഞ്ച് ആയി. വീണ്ടും അടുത്ത് എത്തിയായിരുന്നു. ജിബിൻ കഴിഞ്ഞ് വീണ്ടും അടുത്ത് എത്തിയായിരുന്നു. വി സൈൻ ചെയ്ത് കൊടുത്തായിരുന്നു. വീണ്ടും മുണ്ടിയായിരുന്നു. ചങ്കുക്കോടെ സംസാരിച്ച് പോയായിരുന്നു. സ്വീറ്റ് വന്നായിരുന്നു. സ്വീറ്റ് 6 മണി കാണുമ്പോൾ ഷെയ്യായിരുന്നു. അതെ, പ്രിയക്കോട് കഴിഞ്ഞ് പ്രിയ പോയായിരുന്നു. അങ്ങനെയായിട്ട് 6 മണിക്കായിരുന്നു. എന്ത് പറ്റിയെന്ന്? ഒന്നില്ല, എനിക്ക് നിങ്ങൾ പിടിക്കുമെന്ന് പറയായിരുന്നു. എന്നാൽ ഗിഫ്റ്റ് എന്ന് പറയായിരുന്നു. ഗിഫ്റ്റെല്ലാം കൊടുത്തായിരുന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ നൈറ്റ് ചേട്ടന്മാരെടുത്ത് സംസാരിക്കുക. ചേട്ടാ എന്ന് പറയായിരുന്നു. വണ്ടി കേൾക്കോ എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറയായിരുന്നു. ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അവർ സംസാരിച്ചിട്ട് പോയായിരുന്നു. അങ്ങനെ സംസാരിച്ചിട്ട് വീട്ടിൽ പോയായിരുന്നു. വീട്ടിൽ നല്ല 2 പേർക്ക് നല്ല ഉറക്കമായിരുന്നു. അവിടെ പ്രിയ എണിച്ചായിരുന്നു. പ്രിയ അയ്യോ കോളേജിൽ ഏറ്റവും എല്ലാം ഹോംവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ പ്രിയ ഏതൊന്നും തുടങ്ങിയായിരുന്നു. സ്വീറ്റി ഓൾറെഡി ടയർഡായിരുന്നു. ഹീറോയെ ഓൾറെഡി അയ്യോ ടീച്ചർ നാളെ ബാക്കി വെക്കണം എന്ന് പറഞ്ഞ ഹീറോയെ ഹോംവർക്ക് മൊത്തം ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങായിരുന്നു. സ്വീറ്റി കുറച്ച് ചെയ്തിട്ട് എനിക്ക് ടയർഡാന്നു എന്ന് പറഞ്ഞ് സ്വീറ്റ് കിടന്നു ഉറങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് രാവിലായി, എല്ലാം റെഡിയായി. ലേറ്റായി പറഞ്ഞ് അവർ ഓടിപ്പോയി. അതെ, കോളേജിലേക്ക് പോയിരുന്നു. അങ്ങനെ കോളേജിൽ വന്നായിരുന്നു. അവിടെ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ആ ഗേൾസൊക്കെ ആവുന്നില്ല. ഗേളിൻ്റെ ലീഡറിൻ്റെ പേര് ഹനി എന്ത്. ഞാൻ ആ ഗ്രൂപ്പ് ലീഡറിൻ്റെ ഗേളിൻ്റെ പേര് ഗേൾ പേര് ഹനിയാണ്. ഹനി ഗേൾ പറയായിരുന്നു. അതിൽ സ്വീറ്റ് അല്ല ഹനിയും പിന്നെ ഗേൾസ്. ഹനി ലീഡർ പറയുന്നത് എൻ്റെ പേര് ഹനി,
പിന്നെ സോഫിയ ശരിയാ എന്നിട്ട് പറയായിരുന്നു. സോഫിയ പറയായിരുന്നു, ഹനി എന്ത് പറ്റിടി, ഇവള് നോക്കടി, ഇവള് നമ്മളെക്കാട്ടി ഓവർ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുക എന്ന് പറയുന്നു. അനുഷ്കയോട് ടെൻഷനായി. സ്വീറ്റി ലീഡറിനോട് പറയായിരുന്നു. സ്വീറ്റി പറയായിരുന്നു, അതിൽ അന്നാൾ 5 പേരുണ്ട്, 5 പേരുള്ള പിന്നെ പറയാം. അങ്ങനെ സ്വീറ്റി പറയുന്നു. അത് കേട്ടിട്ട് എന്താ ഓവർ ചെയ്യുക ഹനി. അത് തന്നെ ഹനി നേരെ പഠിക്കില്ല, അത്ര ഓവറിലാണ്. ഹനിക്കും ഡിസംബറെ പിടിക്കും, അത് മാത്രമല്ല അവർക്കും 5 ഗേൾസും പിടിക്കും. അങ്ങനായിട്ട് ഹനി പറയുന്നു, എനിക്ക് 7 വരെ പിടിക്കും എന്ന് പറഞ്ഞ് ഹനി ഭയങ്കര ഓവർ ചെയ്യായിരുന്നു. നീ അവിടേക്ക് വന്നത് എനിക്കറിയൂ ഹനി പറയുന്നു. ഹനി പറഞ്ഞു കേട്ട് ഷോക്കായിരുന്നു. നീ വന്നിട്ടുണ്ടോ എന്ന് പറയുന്നു. ഹനീൻ്റെ അനിയത്തി പറയുന്നു, എപ്പോൾ നീ പോയാ, നീ എന്ത് പോയിട്ടാ ഇവർ പോയത് എന്ന് ഇവർ പറഞ്ഞ് കേട്ടിട്ടാ ഇവർ പറയുന്നത്. ഹനീൻ്റെ അനിയത്തി മൊക്കിച്ചിട്ട് പോയായിരുന്നു. ഹനിക്ക് ടെൻഷനായിരുന്നു. ഹീറോ ചിരിക്കായിരുന്നു. അപ്പോൾ നീ പോയിട്ടില്ലേ എന്ന് പറഞ്ഞ് ഹീറോ ചിരിച്ചിട്ട് പോയായിരുന്നു. ഇപ്പോൾ പി ഡിസംബർ സോങ്സ് അത് ഇതെല്ലാം കഴിഞ്ഞായിരുന്നു. അവർ വെക്കേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് നാളിരിക്കുക. അത് മാത്രമല്ല വീണ്ടും ഗേൾ ബേബി വന്നിട്ടുണ്ട്. വി പറഞ്ഞു, ഡാഡി ഞാനും കൂടെ വരുന്നുണ്ട് വീണ്ടും ബേബി പറയായിരുന്നു. അതിനായിട്ട് വലിയ ഷോപ്പിംഗ് ചെയ്യാൻ നോക്കുകയായിരുന്നു. അങ്ങനായിട്ട് വി നോക്കുമ്പോൾ ബേബിനെ കാണുന്നില്ല. ഒയ്യാരി എവിടെ പോയി എന്ന് പറഞ്ഞ് വീക്ക് ടെൻഷനായിരുന്നു. ഒയ്യാരി പറഞ്ഞു ഇങ്ങനെ അവിടെ നോക്കുമ്പോൾ ഒരു ഗേളിനെ കണ്ടായിരുന്നു. ഒയ്യാരിക്ക് ആ ഗേളിനെ കണ്ടിട്ട് ഒയ്യാരിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഹൗ ക്യൂട്ട് ക്യാരിങ്. അവിടെ ഹീറോയെ ഷൂറ്റി പറയായിരുന്നു. അനുഷ്ക ഷൂറ്റി ഉണ്ടായിരുന്നു. അനുഷ്ക പറയായിരുന്നു ശരി ഓക്കെ. അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് അത് വേണോ ഇത് വേണോ പറഞ്ഞു. ഹീറോ ചോക്ലേറ്റ് എല്ലാം കൊടുക്കായിരുന്നു. ചോക്ലേറ്റ് അത് ഇതെല്ലാം കൊടുക്കായിരുന്നു. ഷൂറ്റി പറയുന്നു, ഓവറൊന്നും കൊടുക്കാനടി പോടി, എൻ്റെ ബർത്ത്ഡേ അതുകൊണ്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാം എന്ന് ഹീറോയി പറയുന്നു. അങ്ങനെയായിട്ട് എല്ലാവർക്കും ചോക്ലേറ്റ് അത് ഇതെല്ലാം കൊടുക്കായിരുന്നു. ഹീറോയും അത് മാത്രമല്ല കേക്കെല്ലാം കൊടുക്കായിരുന്നു. അതെ ഒരു കുട്ടി കേക്ക് അതെല്ലാവർക്കും കൊടുക്കാനാണ്. താങ്ക് യു ചേച്ചി എന്ന് പറയുന്നു. അപ്പോൾ ഒരു കുട്ടി വന്ന് ഹീറോയിൻ്റെ ഡ്രസ്സ് നിൽക്കായിരുന്നു. അനുഷ്കാനെ ആരും നോക്കും ഒരു ക്യൂട്ടായിട്ടുണ്ടോ, ഓ ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഇത് വി മതി ഉണ്ടല്ലോ, ഓ തോന്നുന്നതാ എന്ന് പറഞ്ഞാൽ ആ ബേബിനോട്, ഓ നിൻ്റെ നെയിം എന്താ, വാട്ട് ഈസ് നെയിം, നിൻ്റെ പേരെന്താ കേട്ടോ ഇംഗ്ലീഷിൽ, അതുകൊണ്ട് ഒയ്യാരി എന്ന് പറയായിരുന്നു.